എനിക്കിപ്പോ അറിയേണ്ടത് ഇതൊന്നുമല്ല. വിഷ്ണുവേട്ടൻ ഈ കാണിച്ചു കൂട്ടുന്ന ഡ്രാമയ്ക്കെല്ലാം വിഷ്ണുവേട്ടനെ സഹായിക്കാൻ ഒരാളുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരാള്. അത് നീയാണോ? നിന്റെ അറിവോടുകൂടിയാണ് ഇതെല്ലാം നടക്കുന്നത്. അത് മാത്രം നീ പറഞ്ഞാ മതി. ബാക്കി കാര്യം പോലീസ് നോക്കിക്കോളും. ഇപ്പൊ ഡാനിയൽ എന്ന് പറയുന്നവനെ സ്റ്റേഷനകത്ത് കിടന്ന് സകല ദൈവങ്ങളെയും വിളിക്കുക. ആ ഒരു അനുഭവം നിനക്ക് വരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ ചോദിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും വിവരം അറിയാമെങ്കിൽ, നിനക്ക് നിന്റെ തടി ഭദ്രമായി കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് എല്ലാ സത്യങ്ങളും പറയണം. പറ, നിനക്കറിയാവുന്ന ഒരു സ്ഥലത്ത് വിഷ്ണുവേട്ടൻ മാറി താമസിക്കല്ലേ? ഒരു ഒളിച്ചോട്ടം. ഞാൻ എന്ത് പറഞ്ഞാണ് എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എനിക്ക് അറിയില്ല. അല്ല, ഞാൻ എന്തിനാ ആശാൻ ഒളിപ്പിക്കുന്നേ? ആശാനും ഏടത്തേമ്മയും കൂടി എത്രയും പെട്ടെന്ന് ഒന്നിക്കണമെന്ന് ഉള്ളൊരിക്കൽ പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരാളാ. എന്നെ തന്നെ ഏടത്തമ്മ സംശയിച്ചല്ലോ. അതിന് കാരണമുണ്ട്. നീ നിന്റെ ആശാനും കൂടി അറിഞ്ഞുകൊണ്ട് എന്നെ വിട്ടിവേഷം കെട്ടിക്കുകയാണോന്നൊരു സംശയം. സത്യം പറ കമല, ഈ പ്രദേശത്ത് എവിടെയോ വിഷ്ണുവേട്ടനുണ്ട്. അത് നിനക്കും അറിയാം. ഇതെല്ലാം വെറുതെ ഏട്ടത്തമ്മ ചിന്തിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാ. ഇതിന് മറുപടി പറയാൻ എനിക്കാവില്ല. അല്ല, എല്ലാവരും നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആ എന്നെ തന്നെ ഏട്ടത്തമ്മ സംശയിക്കുന്ന അറിഞ്ഞപ്പോ ഞാൻ തകർന്നു. ഇപ്പൊ ഏട്ടത്തമ്മയുടെ മുന്നിൽ നിൽക്കുന്ന കമലിന് ജീവനുണ്ടെന്നേ ഉള്ളൂ. എനിക്ക് വിഷ്ണുവച്ചനെ കാണണം. വിഷ്ണുവച്ചൻ ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുവന്ന് പറഞ്ഞാ. അത് മോളെ, എനിക്ക് വിഷ്ണുവച്ചനെ കാണണം. എനിക്ക് വിഷ്ണുവച്ചനെ കാണണം. എനിക്ക് വിഷ്ണുവച്ചനെ കാണണം. എനിക്ക് വിഷ്ണുവച്ചനെ കാണണമെന്ന്. വിഷ്ണുവച്ചനെ എനിക്ക് കാണണമെന്ന് പറഞ്ഞില്ലേ? എനിക്ക് വിഷ്ണുവച്ചനെ കാണണം. എവിടെ എന്റെ വിഷ്ണുവച്ചൻ? എവിടെ എന്റെ വിഷ്ണുവച്ചൻ? എവിടെ എന്റെ വിഷ്ണുവച്ചൻ? അത് മോളെ, മോള് പറയുന്നൊന്ന് കേൾക്ക്. വിഷ്ണുവച്ചനെ വിളിക്ക്. വിഷ്ണുവച്ചനെ വിളിക്ക്. വിഷ്ണുവച്ചനെ വിളിക്ക്. അച്ഛാ, വിഷ്ണുവച്ചൻ എവിടെയാ? മോളെ, വിഷ്ണുവച്ചനിപ്പോ വരും. മോള് പറയുന്ന അനുസരിക്ക്. മോള് വാ. വാ മോളെ. എണീക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്താ ഏട്ടാ? എവിടെയോ കേട്ടു മറന്നൊരു ശബ്ദം പോലെ. ഡോക്ടറെ കാണിക്കാൻ ഏതൊരു കൊച്ചിനെ കൊണ്ടുപോകുന്നതാ. ആ കുട്ടി എവിടെയുള്ളതാണെന്ന് ഒന്ന് തിരക്കണം. എന്താ പറ്റിയെന്നും. അതിന്റെ കരച്ചിൽ കേട്ടിട്ട് എന്തോ ഒരു അസ്വസ്ഥത പോലെ. ആരെയോ ഒരാളെ തിരക്കുന്നുണ്ടല്ലോ. ആ, ഏറ്റവും അടുത്ത ആരെങ്കിലും ആയിരിക്കും. അത് ആരാണെന്ന് നീ ഒന്ന് തിരക്കണം. അത് നമ്മുടെ ആരോ ആണെന്നൊരു തോന്നല്. ആദ്യം സ്കാനിങ് നടക്കട്ടെ, എന്നിട്ട് ഞാൻ തിരക്കാം. ഏട്ടൻ അവിടെ കിടന്നേ. പോകാം. എവിടെ എന്റെ വിഷ്ണുവച്ചൻ? എനിക്ക് വിഷ്ണുവച്ചനെ കാണണമെന്ന്. എടാ, ശിവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ നമ്മൾ പറഞ്ഞ പ്രകാരം കല്യാണം നടത്തി കൊടുക്കേണ്ടി വരും. അതിനു മുമ്പ് അവൻ മരിക്കണം. ശിവൻ സംഹാരമൂർത്തി എന്നല്ലേ പറയുന്നേ? സംഹാരമൂർത്തിയെ ഭസ്മമാക്കാൻ കഴിവുള്ള ഭസ്മാസുരനെ തന്നെ നമ്മൾ അവന് നേരെ ഇറക്കും. ഡിസ്ചാർജ് ചെയ്ത് അവൻ വീടെത്തരുത്. എടാ, എന്തിന് ഡിസ്ചാർജ് ചെയ്യിക്കുന്നു? അവനെ ഹോസ്പിറ്റലിൽ ഇട്ട് തന്നെ തീർക്കണം. ജീവൻ പോകാൻ ഇതിലും നല്ലൊരു അന്തരീക്ഷം വേറെ കിട്ടാനുണ്ടോടാ? ആലോചിച്ചോണ്ട് നിൽക്കാതെ പണിക്കുറ്റം തീർക്കടാ ഡേവിസേ. സുഖാവട്ടെ, അസുഖമൊക്കെ മാറട്ടെ. ഇപ്പോ മോള് റെസ്റ്റ് എടുക്ക. വാശി പിടിക്കാതെ നല്ല കുട്ടിയായിട്ട് കിടക്ക. അരുമക്കളെ നീയല്ലേ, ആരിരാരോ പാട്ടല്ലേ, കാലമെനിക്കായി കയ്യിൽ തന്ന നിധിയേ.
നല്ല ഉറക്കം വരുന്നുണ്ട് ചേച്ചിയമ്മ. മോൾ ഉറങ്ങിക്കോ. ഉറങ്ങി എഴുന്നേക്കുമ്പോ പനിയൊക്കെ മാറും കേട്ടോ.